ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. യു വാച്ചിങ് ഫോർ ഗോൾ ലൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ISL കുറിച്ചിട്ടാണ്. സ്വാഭാവികം ISL സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ISL നടന്നുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ഫറിൻ്റെ ഇടിമുഴക്കങ്ങളാണ്. അതായത് കുറച്ച് നിയമങ്ങളൊക്കെ ISL മാറ്റി. സ്വാഭാവികം ഈ ഒരു മാറ്റത്തിന് ശേഷം ISL വമ്പൻ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇന്നോ നാളെ അല്ലെങ്കിൽ ഈ വർഷമോ അടുത്ത വർഷമൊക്കെ ആയിട്ട് ഒരു ട്രോഫി കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷകളൊക്കെ ഏറെക്കുറെ അസ്തമിച്ച മട്ടാണ്. കാരണം ബാക്കിയുള്ള ടീമുകളുടെ സൈനിങ് ഓർത്തിട്ടാണ്. ഇപ്പോൾ FC ഗോവ ആയാലും ഈസ്റ്റ് ബംഗാൾ ആയാലും ആൻഡ് മോഹൻ ബഗാൻ ആയാലും ISL എന്നല്ല ടോട്ടലി ഒന്നായിട്ട് വിറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അവരുടെ സൈനിങ് എന്ന് പറയേണ്ടത് അങ്ങനെയാണ്. നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കാൻ പോകുന്നത് മോഹൻ ബഗാൻ SGനെ കുറിച്ചാണ്, അതായത് സൂപ്പർ ജയൻസിനെ കുറിച്ചിട്ടാണ്. അവരുടെ ഈ പ്രാവശ്യത്തെ സൈനിങ്സ്, അതായത് ഈ പ്രാവശ്യത്തെ അവർ ടീമിലെത്തിച്ചിട്ടുള്ള ഓരോ കളിക്കാരും ISL മാറ്റിമറിക്കാൻ പോകുന്ന കളിക്കാരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം അവരുടെ ഒരു മുന്നേറ്റ നിര എന്ന് പറയുന്നത് ISL തന്നെ ഒരു ഗാംഭീര്യം ഉണർത്തുന്ന ഒരു മുന്നേറ്റ നിരയാണ്. ജെയ്സൺ കമ്മിങ്സും പെത്രാത്തോസും ഗ്രേഗ് സ്റ്റുവർട്ടും ഈ മൂന്ന് താരങ്ങളും കൂടെ ഒരു ടീമിലായി കഴിഞ്ഞാൽ സ്വാഭാവികം ആ ടീമിൻ്റെ അവസ്ഥ മിനിമം ഒരു ISL കളി കാണുന്ന ഒരു ആരാധകർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു ടീം ഉണ്ടാവുക എന്നുള്ളത്. ഇനി അവരുടെ വേറൊരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ജേമി മെക്ലേറൻ എന്ന് പറയുന്ന ആ ഒരു താരത്തെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികം കൊതിച്ചിരുന്ന ഒരു താരമൊക്കെ ആയിരുന്നു, പക്ഷെ ഒന്നും പറ്റിയില്ല. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം മെൽബൺ സിറ്റിയിലും ഓസ്ട്രേലിയയിലുമായിട്ടൊക്കെ തിളങ്ങി നിന്നുകൊണ്ടിരിക്കുന്ന താരമാണ്. അതായത് ആ ഒരു ലീഗ് തന്നെ ടോപ്പ് സ്കോററായിട്ടുള്ള താരമാണ് പുള്ളി. ഇനി അവരുടെ ഡിഫൻസ് ലൈനിലും ഇപ്പോൾ പുതിയ 2 താരങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2 താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മുന്നേറ്റ നിര, അതായത് ഇവരുടെ മുന്നേറ്റ നിരത്തിലും ഡിഫൻസ് ലൈനിലുള്ള വിദേശ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ക്ലബ്ബുകൾ ഒന്ന് വീങ്ങാൻ വേണ്ടി നിൽക്കേണ്ടി വരും. കാരണം അജാതി ഒരു നിരയാണ് ഇപ്പോൾ ATK മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ആ ഒരു ടീം മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരിക്കലെങ്കിലും ഒരു ട്രോഫി അടിക്കണം എന്നുള്ള മോഹവുമായിട്ട് വരുന്ന ഓരോ ക്ലബ്ബുകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം മൂഞ്ചു എന്നുള്ളതാണ്. കാരണം ISLൻ്റെ കുറച്ച് നിയമമാറ്റങ്ങളൊക്കെ പലരും കാറ്റിൽ പറത്തിയിട്ടുണ്ട്. ഇന്ന് മോഹൻ ബഗാൻ്റെ സൈനിങ് കണ്ടു കഴിഞ്ഞാലേ നമ്മളെ കൊണ്ട് ചോദിച്ചാൽ, അതായത് നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയേണ്ടത് എന്ത് ഭ്രാന്താണ് ഇവന്മാർക്ക് ഭ്രാന്താണോടാന്ന് ചോദിക്കല്. കാരണം അജാതി ഓരോ സൈനിങ് പലരും കൊതിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു തരത്തിലേക്ക് പല ടീമുകളും എത്താൻ ഇനി കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഫ്രഞ്ച് താരമായിട്ടുള്ള അലക്സാണ്ടർ കോയ്ഫ് എന്ന് പറയുന്ന ആ താരത്തെ നമ്മൾ സ്വന്തമാക്കി. പക്ഷേ എന്നാലും ഒരു സ്ട്രൈക്കറെ കൂടെ, ഒരു പ്രോപ്പർ സ്ട്രൈക്കറെ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഗ്രേഗ് സ്റ്റുവർട്ട്, അതുപോലെ ദിമിത്രിയോസ് പെത്രാത്തോസ്, ഇനി ജെയ്സൺ കമ്മിങ്സ് ISL കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ്. കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ്. കഴിഞ്ഞ വർഷമൊക്കെ അവർ ആടി തിമിർത്ത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് പെട്രാട്ടോസിനെയും അതുപോലെ തന്നെ ജെയ്സൺ കമ്മിങ്സിനെയും. അപ്പോൾ ഈ 2 താരങ്ങൾ തന്നെ മതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് എന്ന് പറയുന്ന ആ ഒരു ക്ലബിന് ചിലപ്പോൾ ഈ ട്രോഫി അടിച്ചു കൊണ്ട് പോകാൻ. ഞാൻ ഒരിക്കലും നമ്മളെ ടീമിനെ ചെറുതാക്കി പറയുന്നില്ല, പക്ഷേ അവസ്ഥ കൊണ്ട് പറയാണ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് ഈസ്റ്റ് ബംഗാളിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇക്കൊല്ലത്തെ കൊൽക്കത്ത ഡെർബി കാണാനായിരിക്കും കുറച്ചുകൂടെ മാസ് എന്ന് പറയില്ലേ. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന നമ്മളൊക്കെ വാഴ്ത്തപ്പെടുന്ന എൽ ക്ലാസിക്കോ ഉണ്ടല്ലോ, ഇന്ത്യൻ എൽ ക്ലാസിക്കോ, അത് കാണാൻ അത്ര വലിയ രസം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും മോഹൻ ബഗാൻ ഡെർബികൾ കാണാനായിരിക്കും അതിലേറെ കുറച്ചുകൂടെ പവർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെയാണ് ഈസ്റ്റ് ബംഗാളും താരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ദിമിത്രിയോസ്, ജിക്സൺ സിംഗ്. മോഹൻ ബഗാൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു എന്താ പറയുക, വിദേശ താരങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. ഇടത് വിങ്ങിൽ 2 വിങ്ങിലായിട്ടോ 2 പാർശ്വങ്ങളായിട്ട് ഓടിയെടുക്കുന്ന ലിസ്റ്റൻ കൊളോസോ ആൻഡ് മൻവീർ സിംഗ് ഇതുവരെയായിട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഈ വീഡിയോ ചെയ്യുന്നവരായിട്ട് സ്വാഭാവികം ആ ഒരു താരങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചൊക്കെ കൊതിച്ചു പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം അടിക്കുമെന്നുള്ള പ്രതീക്ഷകളുമായി അല്ലേ.